ഇടുക്കി അയ്യപ്പൻ കോവിൽ ചപ്പാത്തിൽ പുലി ഇറങ്ങി പുതുവലിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി രണ്ടാടുകളെയും ആക്രമിച്ചു. ഇന്നലെ രാത്രി ഇറങ്ങിയ പുലിയുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞു. ആൽവിൻ തോമസ് ഉണ്ട്. ആൽവിൻ, ഈ പുലി ഇപ്പോഴും ജനവാസ മേഖലയിലാണോ? പുലിയെ കാടുകയറ്റാനുള്ള ശ്രമങ്ങൾ, അതായത് വനംവകുപ്പ് കൂട് സ്ഥാപിക്കൽ അടക്കമുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടോ? ലക്ഷ്മി, ഇന്നലെ രാത്രി 10 മണിയോടെയാണ് പുലിയെ ഈ പ്രദേശത്ത് കാണുന്നത്. ചപ്പാത്ത് വള്ളക്കടവ് പ്രദേശത്ത് വെച്ചാണ് ആദ്യം പുലിയെ കാണുന്നത്. ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ആദ്യം പുലി റോഡിൽ നിൽക്കുന്നതായി കണ്ടത്. പിന്നീട് സമീപവാസികളെ വിവരം അറിയിക്കുകയും ഇവർ ചേർന്ന് നടത്തിയ പരിശോധനയിൽ റോഡിൽ നിന്ന് പുലി പിന്നീട് ഈ തൊട്ടടുത്തുണ്ടായിരുന്ന തേയിലത്തോട്ടത്തിലേക്ക് മറയുകയുമായിരുന്നു. പിന്നീട് 11 മണിയോടുകൂടി ഈ പുതുവലിയിൽ താമസിക്കുന്ന കോട്ടവിള ഫിലിപ്പോസിന്റെ വീട്ടിലെ 2 ആടുകളെ പുലി ആക്രമിച്ചു. ഈ ഫിലിപ്പോസിന്റെ വീടിന്റെ CCTV ദൃശ്യങ്ങളിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പതിഞ്ഞിട്ടുള്ളത്. ഇവിടെ 2 ആടുകളെ ആക്രമിച്ചു. ഈ ആടുകളെ കരയുന്നത് കണ്ട് ഇവർ വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ പിന്നീട് പുലി ഇവിടെ നിന്ന് ഓടി മറയുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാവിലെ പരിശോധന നടത്തുകയാണ്. വിവിധ പ്രദേശങ്ങളിൽ ക്യാമറ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ കൂട് സ്ഥാപിക്കാനുള്ള നടപടികളും നടത്തിയേക്കുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. അതായത് ഈ പുലി ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണല്ലേ ആൽവിൻ? കഴിഞ്ഞ കുറച്ച് നാളുകളായി പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. അത് പലപ്പോഴും CCTV ദൃശ്യങ്ങൾ ഇതിന് മുൻപ് കണ്ടിട്ടുമുണ്ട്. ഇന്നലെയാണ് വീണ്ടും ഇത് വളരെ പ്രത്യക്ഷത്തിൽ പുലി ജനവാസ മേഖലയിൽ റോഡിൽ ഇറങ്ങിയതായി കാണുകയും പിന്നീട് CCTVയിൽ ദൃശ്യങ്ങൾ പതിയുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ആ കോട്ടവിള ഫിലിപ്പോസിന്റെ വീട്ടിലെ 2 ആടുകളെ പുലി ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ആടുകൾ കരയുന്നത് കണ്ട് ഇവർ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇവരും ഈ പുലിയെ കാണുകയുണ്ടായി. ബഹളം വെച്ചതിനെ തുടർന്നാണ് പിന്നീട് പുലി അവിടുന്ന് ഓടി മാറുകയും. ആൽവിൻ, ഇടുക്കി അയ്യപ്പൻ കോവിൽ ചപ്പാത്തിലാണ് പുലി ഇറങ്ങിയത്. പുലി ജനവാസ മേഖലയിൽ തുടരുകയാണ്. പുലിയെ പിടിക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് വനം വകുപ്പ്. ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകി.